ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ആയിരിക്കുന്നത് അഭിവന്ദ്യമാർ ജോർജ് ഞർലക്കാട്ട് പിതാവിനോടൊപ്പമാണ്. വിളക്കന്നൂർ ദിവ്യകാരുണ്യ അത്ഭുതം നടക്കുന്നതിന് ശേഷം അന്ന് ഡോക്ടറൽ കമ്മീഷൻ അംഗമായിരുന്ന അഭിവന്ദ്യ പിതാവ് തുടർന്ന് തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയായി സ്ഥാനമേറ്റു. പിതാവ് ഉത്തരവാദിത്വം ഏറ്റെടുത്ത സമയത്താണ് വിളക്കന്നൂരിലേക്ക് പഠനങ്ങൾക്ക് ശേഷം ദിവ്യകാരുണ്യം തിരികെ നൽകിയതും തുടർ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. നമുക്ക് പിതാവിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. പിതാവിൻ്റെ ആ കമ്മിറ്റി പഠനങ്ങൾ, പിതാവ് ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് ശേഷമുള്ള നടപടിക്രമങ്ങൾ എന്തെല്ലാമായിരുന്നു? പിതാവെ, തീർച്ചയായിട്ടും പിതാവ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ അത്ഭുതത്തെക്കുറിച്ച് പിതാവിന് അടുത്തറിയാനും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിതാവ് അതിരൂപതയിൽ ആർച്ച് ബിഷപ്പായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് ശേഷം ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതെന്തൊക്കെയായിരുന്നു എന്നുള്ളതൊന്ന് പറയാമോ? പ്രിയമുള്ളവരെ, ഞാൻ 2014 ഒക്ടോബർ 30-നാണ് തലശ്ശേരി രൂപതയുടെ ഇടയ ശുശ്രൂഷ ഏറ്റെടുക്കുന്നത്. ബഹുമാനപ്പെട്ട തോമസ് പതിക്കലച്ചൻ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഓസ്തിക്ക് രൂപാന്തര ഒരു മാറ്റം വരുന്നത്. സ്വാഭാവികമായിട്ടും ആ ഓസ്തി വിശുദ്ധ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നതും അഭിമന്യ വലിയൊറ്റും പിതാവ് അതിന് വേണ്ടത്ര പഠനങ്ങൾ നടത്തിയതൊക്കെ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളതാണ്. അന്നത്തെ ആ സമയത്ത് സീറോ മലബാർ സഭയുടെ ഡോക്ടറൽ കമ്മീഷൻ ചെയർമാൻ ബഹുമാനപ്പെട്ട അഭിമന്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവും അഭിമന്യ ജോസഫ് അരുമിച്ചാടത്ത് പിതാവും ഞാനും കമ്മീഷൻ മെമ്പേഴ്സുമായിരുന്നു. ആ നിലയിൽ ഈ കമ്മീഷനിലേക്ക് ഈ ഒരു പ്രശ്നം ഉന്നയിക്കുകയുണ്ടായി. കമ്മീഷൻ അംഗങ്ങൾ മേധരാഷ്ട്രമായിരുന്ന കർദിനാൾ ജോർജ് ആലഞ്ചേരിപ്പിതുമായിട്ടൊക്കെ ആലോചിച്ച് ഈ ഒരു പ്രതിഭാസത്തെ പറ്റി പഠിക്കുവാനായിട്ട് ഒരു ഡോക്ടറൽ കമ്മീഷനെ തന്നെ നിയമിക്കുകയുണ്ടായി. അപ്പോൾ ആ കമ്മീഷൻ പഠനം നടത്തി. ആ കമ്മീഷൻ അവരുടെ പഠന റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ രൂപതയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഉടനെ ഒന്നും ആ കമ്മീഷൻ റിപ്പോർട്ടുകൾ നോക്കാനോ പഠിക്കാനോ ഒന്നും എനിക്ക് സാധിച്ചില്ല. കാരണം രൂപതയിലേക്ക് വന്ന ആ തിരക്കിൽ അങ്ങനെ നിൽക്കുകയത്. പക്ഷേ വിളക്കന്നൂരിന്ന് ആ ഓസ്തി ബിഷപ്പ് ഹൗസിൽ കൊണ്ടുവന്ന് വെച്ചിരുന്ന അവിടുത്തെ പ്രൈവറ്റ് ചാപ്പലിൽ സൂക്ഷിക്കുന്നുള്ള വിവരം ചാൻസലർ അച്ഛൻ എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. മാത്രമല്ല, ഞാൻ തന്നെയും ആ ഓസ്തി എടുക്കുകയും കാണുകയും ചെയ്തിട്ടുണ്ട്. പ്രമുഖരായ വൈദിക ശ്രേഷ്ഠന്മാരോ അഭ്യുന്ന പിതാക്കന്മാരോ വന്ന് ഈ ഓസ്തി കാണണമെന്നൊന്ന് ആവശ്യപ്പെട്ടപ്പോൾ ചിലപ്പോൾ ഞങ്ങളത് കാണിച്ചിട്ടുമുണ്ട്. അല്ലാതെ മറ്റാർക്കും അത് കാണിച്ചായിട്ട് ഓർക്കുന്നില്ല അവസരത്തിൽ. പിന്നീട് ഈ ഒരു പ്രധാനമായിരുന്നൊരു കാര്യം, വിളക്കന്നൂർകാർക്ക് ഈ ഓസ്തി തിരികെ കെട്ടണമെന്നുള്ള ഒരു സമ്മർദ്ദമായിരുന്നു നിരന്തരം ലഭിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ ആളുകൾക്ക് ആ ഓസ്തി അവിടെ പള്ളിയിൽ കെട്ടണം, അവിടെ കൊണ്ടുവയ്ക്കണം. പക്ഷെ നമ്മൾ ആദ്യമൊന്നും അത് ഗൗനിക്കാതെ അങ്ങ് പോയിരുന്നു. പിന്നീട് അവരുടെ ആ സമ്മർദ്ദവും അവരുടെ അപേക്ഷയൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മൾ കൂരിയായിലെ മീറ്റിങ്ങുകൾ കൂടുകയും കൂരിയായിൽ ഒരു തീരുമാനം എടുത്തു. ആ ഓസ്തി ഒരു പ്രത്യേക ദിവസം അവർക്ക് തിരികെ നൽകാം എന്ന തീരുമാനം. അത് അവരെ ഔദ്യോഗികമായിട്ട് അറിയിച്ചു. അവർ അത് വളരെ ശ്രേഷ്ഠമായ രീതിയിൽ ഒത്തിരിയേറെ ഒരുക്കങ്ങളോടും വലിയ ആഘോഷമായിട്ട് ഒടുവിളി തട്ടിൽ നിന്ന് തുടങ്ങി സ്വീകരിച്ച് വിളക്കന്നൂർ ദേവാലയത്തിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതും അതേ ദിവസം ധാരാളം വൈദികരുടെയൊക്കെ സാന്നിധ്യത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച തിരുവോസ്തിയുടെ പ്രതിഷ്ഠയൊക്കെ ഞാൻ ഓർക്കുകയാണ്. അത് കഴിഞ്ഞുള്ള പ്രതിഭാസത്തെ പറ്റി പറയുകയാണെങ്കിൽ അന്ന് തുടങ്ങി ധാരാളം ആളുകൾ, വിളക്കന്നൂരുകാർ മാത്രമല്ല മറ്റ് പല ഇടവകളിൽ നിന്നും പ്രദേശത്തു നിന്നും ആളുകൾ വിളക്കന്നൂർ ദേവാലയത്തിൽ വരികയും ആ തിരുവോസ്തിന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് അവിടെ തുടങ്ങി. അത് കുറഞ്ഞല്ല, കൂടിയാണ് വന്നുകൊണ്ടിരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഡോക്ടറൽ കമ്മീഷൻ നടത്തിയ പഠനത്തിൻ്റെ റിപ്പോർട്ട് ഞാൻ വായിക്കാനിടയായി. അപ്പോൾ ആ ഒരു പ്രതിഭാസമുണ്ട്. അതേപ്പറ്റി കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്, സമയമെടുക്കും. നമ്മൾ പതുക്കെ പഠിക്കേണ്ടതുണ്ട്. ഏതായാലും ഓസ്തി അവിടെ നിന്ന് വിളക്കുന്ന ഒരു രഹസ്യമായ സ്ഥലത്തേക്ക് മാറ്റി സൂക്ഷിക്കുക എന്ന നിർദ്ദേശം അത് അഭിമന്യ ജോർജ് ആലഞ്ചേരിപ്പിതാവ് നൽകിയതായിരുന്നു. ആ നിർദ്ദേശം അനുസരിച്ചാണ് അവിടെ ആ ഓസ്തി ബിഷപ്സ് കൊണ്ടുവച്ചത്. ഇങ്ങനെയുള്ള റിപ്പോർട്ടിലുണ്ട്, അത് ഞാൻ വായിക്കുകയുണ്ടായി. അപ്പോഴത്തേക്കും ഈ തിരു ഓസ്തിയെ പറ്റിയും ഈ അത്ഭുതങ്ങൾ, ഇതൊരു അത്ഭുതം എന്ന ചിന്തയൊക്കെ പത്രങ്ങളിൽ കൂടെ ധാരാളം വരാൻ തുടങ്ങി. പ്രത്യേകിച്ച് നമ്മുടെ ഡൽഹി കേന്ദ്രീകൃതമായ ഇംഗ്ലീഷ് പത്രങ്ങളിൽ, വലിയ അവിടെയൊക്കെ വായിക്കപ്പെടുന്ന ചില ഇംഗ്ലീഷ് പത്രങ്ങളിലേക്ക് വാർത്തകൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ക്ലിപ്പുകളൊക്കെ നുൻഷ്യയുടെ കയ്യിൽ എത്തിപ്പെടാനിടയായി. നുൻഷ്യ അതേപ്പറ്റി നമ്മളോട് വിശദീകരണം ചോദിച്ചിരുന്നു. അന്നത്തെ നുൻഷ്യ ബറ്റിസ്റ്റ ഡി കോത്രോയായിരുന്നു. അദ്ദേഹം നമുക്ക് എഴുത്ത് അയക്കുകയും ഫോൺ വിളിക്കുകയൊക്കെ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ വീണ്ടും നമ്മൾ അന്ന് വരെ നടന്ന കാര്യങ്ങളെ പറ്റിയുള്ള ഒരു റിപ്പോർട്ടും അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. ആ റിട്ടേൺ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിലത്ത് അഭിമന്യ ജോസഫ് പാമ്പ്ലാരി പിതാവ് ഇൻവോൾവ്ഡ് ആയിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിലും കൊടുക്കുന്നതിലൊക്കെ ആയിട്ട്. അതങ്ങനെ കുറച്ച് നാളങ്ങനെ മുന്നോട്ട് പോയി. ആ സമയത്ത് ആളുകളിങ്ങനെ ഭക്തിയിൽ വളർന്നു വരികയായിരുന്നു. അങ്ങനെ ഇരിക്കെ
നുൻഷ്യോ വീണ്ടും നമ്മളെ അറിയിച്ചു. റോമിൽ നിന്ന് വളരെ വിശദമായൊരു പഠനം ഇതേപ്പറ്റി നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ആ തിരുവോസ്തി നുൻഷ്യോയുടെ പക്കലേക്ക് ഏൽപ്പിക്കപ്പെടണമെന്ന് പറയുകയുണ്ടായി. അങ്ങനെ പറഞ്ഞപ്പോൾ വിളക്കന്നൂരുകാർക്ക് അത് വളരെ വിഷമമായിരുന്നു. അവരുടെ പള്ളിയിലിരിക്കുന്ന ആ തിരുവോസ്തി ധാരാളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് അത് എടുത്തു കൊടുത്താൽ പിന്നെ അത് ഒരിക്കലും തിരിച്ച് കിട്ടുകയില്ല, അങ്ങനെ ചിന്ത കൊടുക്കും. പക്ഷേ ഏതായാലും അന്ന് നമ്മൾ രൂപതാകാര്യത്തിനായാലും അത് കർശനമായിട്ട് നമ്മൾ നുൻഷ്യോ അങ്ങനെ പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് നമ്മൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ നുൻഷ്യോ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നു 20-ലോ 21-ലോ കണ്ടാണ് തോന്നുന്നു, നുൻഷ്യോ തന്നെയും നമ്മുടെ സെനഡ് നടക്കുന്ന അവസരത്തിൽ എറണാകുളത്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മുൻകൂട്ടി നുൻഷ്യോ എന്നോട് വ്യക്തിപരമായിട്ട് അറിയിച്ചിരുന്നു, ഞാൻ ഇന്ന സമയത്ത് എറണാകുളത്ത് വരുമ്പോൾ ആ ഓസ്തി കൊണ്ടുവരണം. ഞാൻ വ്യക്തിപരമായിട്ട് കൊണ്ടുവന്നില്ലായാലും വിളക്കിനോട് പറഞ്ഞ് അവരെ കൊണ്ടുവരിക്കണം എന്ന് പറഞ്ഞു, കൂടുതൽ പഠനത്തിന് വേണ്ടി ഓസ്തി കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ അന്ന് സെനഡ് നടക്കുന്ന ദിവസത്തിൽ നിശ്ചയിച്ചിരുന്ന സമയത്ത് വിളക്കിനോട് പോകാനായിട്ട് മാത്യു വേങ്ങക്കുന്നലച്ചനും കൈക്കാരന്മാരും എല്ലാവരും കൂടി വളരെ പവിത്രമായിട്ട് ആ ഓസ്തി എൻ്റെ കൈ കൊണ്ട് ഏൽപ്പിക്കുകയും ഞങ്ങളെല്ലാവരും കൂടെ കൊടുത്ത അന്നത്തെ നുൻഷ്യോ ആയിരുന്ന ഡി കോത്രയെ ഏൽപ്പിച്ചാൻ ഓർക്കുകയാണ്. അപ്പോൾ പിതാവ് ഞങ്ങളോട് പറയുകയുണ്ടായി, ഇതിപ്പോൾ ഒരു അത്ഭുതമാണ് ഇല്ല എന്നൊന്നും ഞാനൊന്നും പറയുന്നില്ല, പക്ഷേ ഇതേപ്പറ്റി വിശദമായ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഭാരതത്തിൽ തന്നെ ലാബിലെ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളുടെ വിധേയമാകേണ്ടി വരും. ഒരുപക്ഷെ നമുക്ക് ഇവിടെ നടത്താൻ പറ്റില്ലെങ്കിൽ അത് റോമിലേക്ക് കൊടുത്തയക്കേണ്ടി വരും. അങ്ങനെയാണ് ആ ഓസ്തി നുൻഷ്യോയുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. എൻ്റെ ഇത്രയാണ് നടന്നത് എന്നുള്ള കാര്യം. ഓക്കെ, താങ്ക് യു പിതാവേ. നമുക്കറിയാം, വിശ്വാസത്തിൽ നിലനിൽക്കാനായിട്ട് നമുക്കറിയാം ഒരു അത്ഭുതങ്ങളും അടയാളങ്ങളും ആളുകൾ അന്വേഷിക്കാറുണ്ട്. നമുക്കറിയാം, പഴയ നിയമകാലം തൊട്ടേ ആളുകൾ അടയാളങ്ങൾ ചോദിക്കുന്നു. ദൈവം എന്തുകൊണ്ടാണ് അത്ഭുതം പ്രവർത്തിക്കാത്തത്? നമ്മുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും ഒരു ദൈവാനുഭവം ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ വിശ്വാസത്തെ വ്യതിചലിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്രകാരമുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും അത് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും വിശ്വാസത്തിന് വളർച്ചയ്ക്ക് നല്ലതല്ലേ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അടയാളങ്ങൾ സംഭവിക്കാൻ ദൈവം അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ്? വളരെ മനോഹരമായ ചോദ്യമാണ്, ആ സമയത്ത് ഗൗരവപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ്. നമുക്കറിയാം, നമ്മൾ പഴയ നിയമ കാലഘട്ടത്തിലും ഈശോയുടെ കാലഘട്ടങ്ങളിൽ ധാരാളം അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ഈശോ നമ്മുടെ കാനായിലെ കല്യാണ വിരുന്നിലെ അത്ഭുതത്തെപ്പറ്റി വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ആ അത്ഭുതം കഴിഞ്ഞപ്പോൾ അങ്ങനെ അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ അത്ഭുതം അപ്പോസ്തലന്മാരുടെ ഒരു വിശ്വാസത്തേക്ക് നയിക്കാൻ പര്യാപ്തമായി തീർന്നിട്ടുണ്ട്. അതേസമയത്ത് തന്നെ ഈശോ കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പോസ്തലന്മാരെ, ആൾക്കാരെയൊക്കെ, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടുകൊണ്ടല്ലേ എൻ്റെ പിന്നാലെ വരുന്നത്? അതിനേക്കാൾ വലിയ കാര്യം ഇവിടെ ഞാനുണ്ടല്ലോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നതിന് പകരം അടയാളം നോക്കിപ്പോയാൽ മതിയോ? യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വിശുദ്ധ കുർബാനയെ പറ്റി പ്രതിപാദിക്കുന്ന ആ ഒരു അവസരത്തിൽ ഈശോ അത് സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ അടയാളങ്ങൾ കണ്ടുകൊണ്ട് മാത്രമല്ല വിശ്വസിക്കുന്നത്, അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജ്ഞാനം കൊണ്ട് നമ്മൾ ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നു, വിശ്വസിക്കുന്നു. ആ ഒരു വിശ്വാസം അതൊരു ദൈവിക ദാനമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ മാമോദീസയിലൂടെ നമ്മുടെ മാതാപിതാക്കളിലൂടെ സാഹചര്യങ്ങൾക്ക് നമുക്ക് കിട്ടിയ ദൈവകൃപ, ദൈവദാനമാണ്. പക്ഷേ ആ ദൈവദാനത്തെ, ആ വിശ്വാസം എന്ന ദാനത്തെ ബലപ്പെടുത്താനും കുറച്ചുകൂടിയൊക്കെ അതിനെ മനസ്സിലാക്കാനും അത്ഭുതങ്ങൾ ഉപകരിക്കുക തന്നെ ചെയ്യും. അത് ഈശോ ധാരാളം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഈശോയുടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിലൂടെ തന്നെ ഈശോയെ മഹത്വപ്പെടുത്തുന്ന ജനങ്ങൾ മഹത്വപ്പെടുത്തി, ഈശോയെ അറിയാൻ തുടങ്ങി. അന്ന് വരെ ഇവനത്തെ അച്ഛൻ്റെ മകനല്ലേ, മറിയല്ലേ ഇവൻ്റെ അമ്മ എന്ന് പറഞ്ഞിരുന്നവരിൽ ഈശോ ഇവനെപ്പോലെ ഒരാളുണ്ടായിട്ടില്ല, വലിയവനാണെന്ന ചിന്തയിലേക്ക് കൊണ്ടുവരാൻ അത്ഭുതങ്ങൾ ഉപകരിക്കുകയുണ്ടായി. അപ്പോൾ അത്ഭുതങ്ങൾ അനിവാര്യമാണോ എന്ന് ചോദിച്ചാൽ അനിവാര്യമാണെന്ന് പറയാൻ പറ്റിയില്ല. പക്ഷേ അത്ഭുതങ്ങൾ നമ്മുടെ വിശ്വാസം വളർത്തുന്നതിന് തീർച്ചയായിട്ടും സഹായിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ അത്ഭുതങ്ങൾ ദൈവം അനുവദിക്കുന്നുണ്ട്. അപ്പോൾ അത്ഭുതങ്ങൾ നടക്കുമ്പോഴും അതൊരു മനുഷ്യൻ്റെ കഴിവുകൊണ്ട് നടക്കുന്ന അത്ഭുതമല്ല. ഇപ്പോൾ രോഗസൗഖ്യമായാലും മറ്റു അത്ഭുതങ്ങളൊക്കെ ആയാലും അത് ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപ കൊണ്ടാണെന്ന് പറയും. ആരും എൻ്റെ വ്യക്തിത്വം കൊണ്ടോ എൻ്റെ കഴിവ് കൊണ്ടോ ഒരു അത്ഭുതം നടന്നെന്ന് പറയുന്നില്ല. ദൈവിക മനുഷ്യരൊക്കെ പറയുന്നത് അത് ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപയിൽ നടന്നു, നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളെന്ന് പറയും. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നുണ്ട്, അപ്പോസ്തലന്മാർ ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിച്ചു, കർത്താവാകട്ടെ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളുടെയും അവരുടെ വചനത്തെ സ്ഥിരീകരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പഠനങ്ങൾ, നമ്മുടെ പ്രബോധനങ്ങൾ, നമ്മുടെ വിശ്വാസമൊക്കെ സ്ഥിരീകരിക്കാൻ അത്ഭുതത്തിന് കഴിയും. നമ്മൾ സാധാരണ വചനം പ്രസംഗിക്കുമെന്നും പറയുന്നതൊക്കെ സാധാരണ മനുഷ്യരോട് അവരെ സംബന്ധിച്ചിടത്തോളം ബൗദ്ധികമായി മനസ്സിലാക്കുന്നതിനേക്കാൾ അവർക്ക് എളുപ്പമാണ് ഒരു അത്ഭുതം കാണുമ്പോൾ മാറ്റങ്ങൾ. അത് അവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയാനും കാരണമാകും.
എനിക്ക് തോന്നുന്നത് അത്രത്തോളം അത്ഭുതം പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ തമ്പുരാൻ്റെ പക്കലേക്ക് മനുഷ്യരെ കൊണ്ടുവരാനും അവരെ അടുപ്പിക്കാനുള്ള ഒരു ഉപകരണം എന്നതിൽ അത്ഭുതം. പിന്നെ ഒന്ന് ദൈവം തൻ്റെ ശക്തി പ്രകടമാക്കാനും അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കാം. താൻ ദൈവമാണ്, തൻ്റെ ദൈവീയ സാന്നിധ്യമുണ്ട്, വചനം പ്രസംഗിക്കുന്നിടത്തോ ആരാധന നടത്തുന്നിടത്തോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ആ ഓരോന്നിനും അതിൻ്റേതായ പ്രാധാന്യം കൊടുത്തു പോകണം. പക്ഷേ സഭയെ സംബന്ധിച്ചിടത്തോളം പ്രബോധനവും ആരാധനകളും അല്ലെങ്കിൽ വിശദീകരണ കർമ്മങ്ങളും ഒക്കെയാണ് കൂടുതൽ പ്രാധാന്യം. അതിൻ്റെ സമയത്ത് അത്ഭുതങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്, നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. കാരണം കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവായ ഈശോ ഇന്നലെ ഇന്നും എന്നും അനന്യനാണെന്ന എബ്രായ വചനം നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നില്ല, ഇപ്പോഴും ഞാനിത് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. അത് അസാധ്യമല്ല, സാധ്യമാണ്. സഭ അത് അനുവദിക്കുന്നുമുണ്ട്. അതിലൂടെ ദൈവം മഹത്വപ്പെടുന്നതിന് അത് ഉപകരണമായി തീരും. അതാണ് എനിക്കതേപ്പറ്റി പറയാം. യെസ്, താങ്ക് യു. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ നമുക്കറിയാം, നമ്മൾ വചനപ്രഘോഷങ്ങൾ കേൾക്കാറുണ്ട്. അതോടൊപ്പം തന്നെ പ്രാർത്ഥനകളിലും അതോടൊപ്പം തന്നെ ഭക്താഭ്യാസങ്ങളിലും പങ്കുചേരാറുണ്ട്. പക്ഷെ അതേസമയം തന്നെ പിതാവേ, ചിലപ്പോഴൊക്കെ ഇപ്രകാരമുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുമ്പോൾ നമ്മൾ ഒത്തിരിയേറെ ആളുകളെ പങ്കെടുപ്പിക്കാൻ, കൺവെൻഷൻ പങ്കെടുപ്പിക്കാൻ വേണ്ടി അത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടാണ് ഒരു 5,000 6,000 വരെ പങ്കെടുപ്പിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ ഇങ്ങനെ ഒരു കുഞ്ഞ് അത്ഭുതം ഒരു ദേവാലയത്തിൽ ഒരു പ്രദേശത്ത് നടന്നു കേൾക്കുമ്പോൾ എവിടെ നിന്നൊക്കെയോ ആളുകൾ ഓടിക്കൂടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അത്ഭുതത്തിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അടയാളത്തിലൂടെ ആളുകളെ എളുപ്പത്തിൽ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അതൊരു വചനപ്രഘോഷത്തെക്കാളും അധികമായി, ഇല്ലെങ്കിൽ ഇപ്പോൾ ഭക്താഭ്യാസങ്ങൾ അധികമായി ഈ പറയുന്ന രീതിയിലുള്ള ഒരു അത്ഭുതത്തിലൂടെ ആളുകൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ദൈവം പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അടയാളങ്ങൾ അത്ഭുതങ്ങളെക്കാളും അധികമായി, അല്ലെങ്കിൽ സഭ ഈ പറയുന്ന വചനപ്രഘോഷണത്തിനും വിശുദ്ധ കുർബാനയ്ക്കും ഒക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? ഇപ്രകാരമുള്ള ഒരു 4 അത്ഭുതം നടന്നാൽ ഒത്തിരിയേറെ ആളുകൾ വിശ്വാസത്തിലേക്ക് വരില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ അത്ഭുതത്തിന് അത്രമേൽ പ്രാധാന്യം കൊടുക്കാതെ വചനപ്രഘോഷണത്തിനും വിശുദ്ധ കുർബാനയ്ക്കും ഒക്കെ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്? സുരേഷ് ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഗൗരവമായൊരു ചോദ്യമാണ്. നമുക്കറിയാം, കർത്താവായ ഈശോ അപ്പസ്തലന്മാരോട് പറയുന്നത്, നിങ്ങൾ ലോകം മുഴുവൻ പോയി എൻ്റെ സുവിശേഷം അറിയിക്കുമെന്നാണ് പറഞ്ഞത്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ കൽപ്പന. സുവിശേഷം അറിയിക്കുവിൻ, വിശ്വസിക്കുന്നവർക്ക് സ്നാനം നൽകുവിൻ, ശിക്ഷപ്പെടുത്തുവിൻ എന്നൊക്കെ പറയുന്നു. അപ്പോൾ കർത്താവിൻ്റെ ആ ദൗത്യം അതാണ് പ്രധാനമായിട്ടും. ദൈവരാജ്യം സ്ഥാപിക്കാനായിട്ടാണ് ഈശോ ഭൂമിയിലേക്ക് വന്നത്. ആ ദൈവരാജ്യം കർത്താവായ ഈശോ തൻ്റെ ജീവിതം മുഴുവനിലൂടെ സ്ഥാപിച്ചെന്നാണ് നമ്മൾ പറയുന്നത്. അവിടുത്തെ മനുഷ്യാവതാരം തുടങ്ങി സ്വർഗാരോഹണം വരെയുള്ള ആ ജീവിത രഹസ്യങ്ങളിലൂടെയാണ്. അതിൽ ചിലതിന് കൂടുതൽ പ്രാധാന്യമുണ്ട്, ചിലതിന് കുറച്ച് പ്രാധാന്യവും. പക്ഷേ ജീവിത രഹസ്യം മുഴുവനിലൂടെ, അതിപ്പോൾ പൗലോസ് പറയും ക്രൈസ്റ്റ് ഇവൻ്റ്, ആ ക്രിസ്തു രഹസ്യത്തിലൂടെയാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ ഈശോ തുടങ്ങി വെച്ച ആ ദൈവരാജ്യത്തെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുക എന്നുള്ളതാണ് സഭയുടെ ദൗത്യം. അപ്പോൾ അതിനായിട്ട് സഭ ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സഭ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യങ്ങൾ അറിയുമ്പോഴാണ് എവിടെയാണ് ഈ അത്ഭുതങ്ങളൊക്കെ വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിലേറ്റവും പ്രധാനമായിട്ട് സഭ ചെയ്യുന്നത് പ്രീച്ചിങ് തന്നെയാണ്. പ്രൊക്ലമേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, നമ്മൾ കെരിഗ്മ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ എവാഞ്ചലൈസേഷൻ എന്ന വാക്ക് ഇപ്പോൾ ധാരാളം ഉപയോഗിക്കുന്നു. അപ്പോൾ സുവിശേഷം അറിയിക്കുക സഭയുടെ ഏറ്റവും വലിയ ദൗത്യമാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതെല്ലാം വരുന്നുള്ളൂ. ഒരു വൈദികനെ അഭിഷേകം ചെയ്യുമ്പോഴായാലും മെത്രാനെ അഭിഷേകം ചെയ്യുമ്പോഴൊക്കെ കൊടുക്കുന്നത് സുവിശേഷമാണല്ലോ. അപ്പോൾ അതാണ് ദൗത്യം. അപ്പോൾ അതിനകത്ത് എവഞ്ചലൈസേഷൻ വരുന്നു, കാറ്റഗൈസിസ് വരുന്നു, അതിനകത്ത് പ്രീച്ചിങ് ഉണ്ട്, റിട്രീറ്റ് ഉണ്ട്, കൺവെൻഷനുണ്ട്, ടീച്ചിങ്ങിനുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വരും. ഒപ്പം നമുക്കറിയാം വിവിധങ്ങളായ മിനിസ്ട്രികളിൽ സഭ എൻഗേജ്ഡാണ്. ധാരാളം മിനിസ്ട്രികൾ ചെയ്തു, ശുശ്രൂഷകൾ ചെയ്യുന്നു, ധാരാളമുണ്ട്. ആതുര രംഗത്ത്, സാമൂഹിക രംഗത്ത്, വികസനപരമായ രംഗങ്ങളിൽ, വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്തൊക്കെ ശുശ്രൂഷകൾ. ആ ശുശ്രൂഷകളിലൂടെയും ദൈവരാജ്യ സംസ്ഥാപനം നടക്കുകയാണ്. അവിടെയും അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ വൈദികരും സിസ്റ്റേഴ്സും അൽമാരൊക്കെ നല്ല ശുശ്രൂഷ ചെയ്യുന്നതിലൂടെ ദൈവം മഹത്വപ്പെടുന്നുണ്ട്. അനേകർ നമ്മുടെ സിസ്റ്റർമാരെയും അച്ഛന്മാരെയും സാധാരണക്കാരുടെയൊക്കെ ശുശ്രൂഷ കണ്ടിട്ട് നിങ്ങൾ എന്താണ് ഇതിന് പ്രേരിപ്പിക്കുന്നത്, ആരാണ്? അപ്പോൾ ദൈവിക ശക്തി, ദൈവത്തിൻ്റെ സ്നേഹമാണെന്ന് അറിയുമ്പോൾ ദൈവത്തിൻ്റെ പക്കലേക്ക് അടുക്കുന്നുണ്ട്. അതും അത്ഭുതം തന്നെയാണ്. ശരിക്കും സാധാരണ പറയുന്ന അത്ഭുതം അല്ലെങ്കിൽ പോലും. ഒപ്പം നമുക്കറിയാം നമ്മുടെ ആരാധനക്രമമാണ്. ആരാധനക്രമത്തിലൂടെ ദൈവരാജ്യത്തെ നമ്മൾ പ്രഘോഷിക്കുക ചെയ്യുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആരാധനകൾ, സർവോപരി വിശുദ്ധ കുർബാന, മറ്റു കൂദാശകൾ, കൂദാശ അനുകരണങ്ങൾ, ഇതിലൂടെ എല്ലാമായിട്ട് ദൈവരാജ്യ സംസ്ഥാപനത്തിന് നമ്മൾ തയ്യാറെടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുക ശുശ്രൂഷ. ഒപ്പം നമുക്കറിയാം ജീവിത സാക്ഷ്യമാണ്. അനേകം ജീവിത സാക്ഷ്യമുണ്ട്, വിറ്റ്നസ് ആണ്. അതും വലിയൊരു അത്ഭുതം തന്നെ വിറ്റ്നസ്സിലൂടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ നമ്മളതിൻ്റെ പ്രാധാന്യം സുവിശേഷം അറിയിക്കുന്നതിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് സഭ ഒരിക്കലും അതിൽ നിന്ന് പുറകോട്ട് പോകില്ല. സുവിശേഷം അറിയിക്കുന്ന അവസരത്തിൽ, വചന പ്രഘോഷണ വേളയിൽ
അത്ഭുതങ്ങൾ നടക്കാം. കാരണം കർത്താവിൻ്റെ വചനമാണല്ലോ. കർത്താവിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. അത് സജീവമാണ്, ഊർജ്ജസ്വലമാണ്. അത് ഇരുതല വാളിനേക്കാൾ മുറിച്ച് നമുക്കറിയാം. ആ വചനം സ്പർശിക്കുന്നു, അവിടെ കർത്താവ് ഇടപെടുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നതിലൂടെ വചനം സ്ഥിരീകരിക്കപ്പെടുകയാണ്, വചനം കേൾക്കാനുള്ള താല്പര്യം മനുഷ്യർക്കുണ്ടാകുന്നു, ഒപ്പം ദൈവം മഹത്വപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വചനമൊക്കെ കേട്ട് പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടുന്നതിനേക്കാൾ അവർ ആഗ്രഹിക്കുന്ന എളുപ്പം ഒരു അത്ഭുതത്തിലൂടെ സൗഖ്യം കിട്ടുന്ന കാര്യം. ഒരു അത്ഭുതം ഉണ്ടായാൽ ബാക്കി എല്ലാവരും മറക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് ആളുകൾ തമ്പുരാൻ്റെ പക്കലേക്ക് ഓടിക്കൂടുന്ന് കാണാൻ കഴിയും. പക്ഷെ ശരിക്കും അതിനേക്കാൾ നല്ലത് വചനം കേട്ട് പ്രാർത്ഥിച്ച് നടക്കുന്ന ഒരു സൗഖ്യം അല്ലെങ്കിൽ അത്ഭുതമാണ്. പക്ഷേ നമുക്ക് ദൈവത്തെ തിട്ടപ്പെടുത്താൻ പറ്റുകയില്ലല്ലോ, നമുക്ക് പരിമിതിപ്പെടുത്താൻ പറ്റുകയില്ല. തമ്പുരാൻ്റെ ഒരു അത്ഭുതം പ്രവർത്തിക്കണം തോന്നിയാൽ അത് ആ വ്യക്തിയുടെ വിശ്വാസം കൊണ്ടാകാം, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ വിശ്വാസത്തിലും കൊണ്ടായിരിക്കാം അത്ഭുതങ്ങൾ നടക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അപ്പോൾ ജനത്തിന് ഇച്ചിരി എളുപ്പമായി വിശ്വസിക്കാം. സാധാരണ മനുഷ്യരെ സംബന്ധിച്ചുള്ള അടയാളം കാണുമ്പോൾ അവർ ഓടിക്കൂടുന്നു. ഇപ്പോൾ അടയാളങ്ങൾ എവിടെയെല്ലാം നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം ധാരാളം ആളുകൾ ഓടിക്കൂടും. പക്ഷെ അത് പണ്ട് കാലത്തേക്കാൾ ഇന്ന് അതിന് കുറവുകൾ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നിപ്പോൾ മനുഷ്യർ അടയാളങ്ങളൊന്നും നടന്നില്ലെങ്കിൽ പോലും പ്രാർത്ഥിക്കാനും ഈശോയെ സ്തുതിക്കാനും വചനം കേൾക്കാനൊക്കെ ധാരാളം ഓടുകൾ കൂടുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കൊരു സൗഖ്യം കിട്ടണമെന്നും അത്ഭുതം നടക്കുന്നതൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ എന്നാലും അത്ഭുതത്തിന് അതിൻ്റെ സ്ഥാനമുണ്ട്. അതിലൂടെ ദൈവം മഹത്വപ്പെടുകയും ചെയ്യുന്ന കൂടുതൽ ആളുകൾ. അവിടെ എനിക്ക് തോന്നുന്ന കാര്യം, എൻ്റെ പിതാവ് ആകർഷിച്ചാൽ അല്ലാതെ ആർക്കും എൻ്റെ പക്കൽ വരാൻ പറ്റിയില്ല. പിതാവായ ദൈവം ആകർഷിക്കുവാൻ വേണ്ടി ഒരത്ഭുതം പ്രവർത്തിക്കാം, അവിടുത്തെ തീർച്ചയായും ചെയ്യാം. അതിലൂടെ പുത്രൻ്റെ പക്കലേക്ക് ധാരാളം ആളുകൾ ഓടിക്കൂടട്ടെ എന്നാണ്. അതുകൊണ്ട് ഓരോന്നിനും അതിൻ്റേതായ സ്ഥാനമുണ്ട്. വചനപ്രഘോഷണം, വിശദീകരണ കർമ്മങ്ങൾ, അതിനൊക്കെ മാറ്റം കൂട്ടുന്ന വിധത്തിൽ ദൈവിക സാന്നിധ്യം പ്രകടമാകാൻ വേണ്ടി അത്ഭുതവും ദൈവം അനുവദിക്കുന്നു. പക്ഷേ പ്രാധാന്യം അത്ഭുതത്തിന് മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി മറ്റുള്ളവയ്ക്കാണ് പ്രാധാന്യം. പക്ഷെ അത് ഒരു അത്ഭുതത്തിലേക്ക് നയിക്കുന്നത് നമുക്ക് സന്തോഷിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താൻ നന്ദി പറയാം. പക്ഷേ അത്ഭുതങ്ങൾ പെട്ടെന്ന് സമയങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ലെന്ന് ചോദിച്ചാൽ നടക്കുന്ന അടയാളങ്ങളെല്ലാം അത്ഭുതമാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അത് ദീർഘനാളത്തെ പഠനം വേണം. ഇപ്പം നമുക്ക് 2013 നടന്ന ഈ ഒരു ദിവികാരുണ്യ ഈ രൂപഭാവം സ്ഥിരീകരിച്ചു വരുന്നത് 2025 അപ്പോൾ എത്ര വർഷം എടുത്ത്? 12 വർഷം എടുത്തു. 12 വർഷം എടുത്തപ്പോഴാണ് നടന്നത്. അതുപോലെ പരിശുദ്ധ അമ്മയുടെ ദർശനങ്ങൾ ലോകത്ത് പലയിടത്തും നടന്നിട്ടുണ്ട്. ഞാൻ വായിച്ച കേട്ടനുസരിച്ചുകൊണ്ട് 250 പരം ദർശനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ സഭ അംഗീകരിക്കുന്ന 6-7 ഇപ്പോഴും അംഗീകരിച്ചിട്ടുള്ളൂ. ദീർഘനാൾ എടുത്ത് പഠിച്ചാണ് സഭ അത്ഭുതങ്ങളെ സ്ഥിരീകരിക്കുന്നത്. അതുകൊണ്ട് തെരുതര അത്ഭുതങ്ങൾ ഉണ്ടാകാൻ പാടില്ലേ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ബുദ്ധിയിൽ വരുന്ന ചിന്തയാണ്. സഭ വേണ്ടത്ര ചിന്തിച്ചും ആലോചിച്ചും പഠിച്ചും നിരീക്ഷണം നടത്തി കഴിഞ്ഞിട്ടേ അത് പ്രഖ്യാപിക്കൊള്ളുന്ന കാര്യമാണ്. അതുകൊണ്ട് വേണ്ട സമയത്ത് സഭ തീരുമാനം എടുക്കും. അപ്പോൾ നമ്മളത് അംഗീകരിക്കുന്നു. എന്നാൽ നിരന്തരമായിട്ട് വചനപ്രഘോഷണവും പ്രാർത്ഥന ഇത് നമുക്ക് മുടക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണം. അത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. പിതാവ് സൂചിപ്പിച്ചതുപോലെ ശിഷ്യന്മാർ ലോകമെങ്ങും വചനം പ്രഘോഷിച്ചു, അത്ഭുതങ്ങളും അടയാളം കൊണ്ട് അത് സ്ഥിരീകരിച്ചു എന്ന് പറയുകയാണ്. പ്രിയമുള്ളവർ, തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വിശ്വാസമാണ്. വിശ്വാസത്തെ വചനത്തിലൂടെ നമ്മൾ ബലപ്പെടുത്താറുണ്ട്, പ്രാർത്ഥനയിലൂടെ ബലപ്പെടുത്താറുണ്ട്. അതിനെ കൂടുതൽ സ്ഥിരീകരിക്കുന്നതാണ് ഇപ്രകാരമുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും. വീണ്ടും പിതാവ് നമ്മോട് സൂചിപ്പിച്ചിരുന്നു, അടയാളങ്ങളും അത്ഭുതങ്ങളും അന്വേഷിച്ച് നടന്ന ജനതയോട് ഈശോ അവരെ ശകാരിക്കുന്നതും അവരെ തിരുത്തുന്നതും ഒക്കെ. അപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രൈമറി ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഈ അത്ഭുതത്തിനും അടയാളത്തിനുമല്ല, മറിച്ച് ദൈവ വിശ്വാസത്തിനും അതോടൊപ്പം തന്നെ വചനത്തിനും പ്രാർത്ഥനയ്ക്കുമാണ്. ഇപ്രകാരമുള്ള നമ്മുടെ വിശ്വാസ ജീവിതത്തിന്, ഇപ്രകാരമുള്ള നമ്മുടെ മുന്നോട്ടുള്ള ദൈവിക യാത്രയിൽ നമ്മളെ സ്ഥിരപ്പെടുത്താനും നമ്മളെ ബലപ്പെടുത്താനുമുള്ള കാര്യമാണ് ഇപ്രകാരമുള്ള അടയാളങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്താനായി ദൈവം നമുക്ക് അനുവദിച്ച ഈ അടയാളത്തെ ഹൃദയപൂർവ്വം നമുക്ക് സ്വീകരിക്കുകയും ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അങ്ങനെ എല്ലാവരും ക്രിസ്തു വിശ്വാസത്തിലേക്ക്, ദൈവവിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവിന് ഒത്തിരിയേറെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. അനുഗ്രഹിക്കട്ടെ.